ചേരുകയാണ്. ബൈജു, എന്താണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? ഇയാളെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുകയാണോ ഇപ്പോൾ? തീർച്ചയായും ഇപ്പോൾ ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്തായാലും പോലീസ് മറ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും ഇയാളെ കൃത്യമായി ആ ദൃക്സാക്ഷിയുടെ മൊഴി അതാണ് ഏറ്റവും നിർണായകമായത്. അതോടൊപ്പം രാവിലെ ലഭിച്ച CCTV ദൃശ്യം അതും ഈ കൃത്യമായ ഇയാളെ പിടികൂടാൻ സാധിച്ചു. ആ പ്രദേശം കേന്ദ്രീകരിച്ച് പോലീസ് വ്യാപക തെരച്ചിൽ നടത്തി. പോലീസ് നായ കൃത്യമായി മണം പിടിച്ച് അവിടെ എത്തുന്ന സാഹചര്യമുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ രാവിലെ തന്നെ, അതായത് 10:45 കൂടിയാണ് ഇത്തരത്തിൽ ഇയാളെ പിടികൂടാൻ സാധിച്ചത്. എന്തായാലും ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയതിനു ശേഷം ഇയാൾ കാൽനടയായി എത്തി ഇവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ലക്ഷ്യമിട്ടായിരിക്കാം ഇയാൾ യാത്ര ചെയ്തിരുന്നത്. ആ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ ദൃക്സാക്ഷി ഇയാളെ കാണുന്നതും എടാ ഗോവിന്ദച്ചാമി എന്ന ഒരു വിളി, ആ ഒരു വിളിയിലാണ് ഇയാൾ അവിടെ തന്നെ ആ ഒരു കെട്ടിടത്തിനകത്തേക്ക് കയറാൻ സാധിച്ചതും പിന്നീട് ആ പ്രദേശം മുഴുവൻ നാട്ടുകാരും പോലീസും വളയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ പ്രദേശത്ത് ഇയാൾക്ക് പുറത്തു കടക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. ആ കെട്ടിടത്തിനകത്തു നിന്നും ഇയാൾ രക്ഷപ്പെടാൻ കിണറ്റിൽ ചാടി കിണറ്റിലെ പടവുകൾ പിടിച്ചു നിന്നു. അതാണ് ഇത്തരത്തിൽ പോലീസ് കൃത്യമായി കണ്ടെത്തിയതും. നമ്മൾ ആ സമയത്ത് കൃത്യമായ സ്ഥലത്ത് നമ്മളെ ക്യാമറമാൻ സുമേഷ് പുറായും നമ്മളും ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ തത്സമയം നമ്മൾ കണ്ടതാണ്. ആ വീടിന്റെ പിറകുവശത്തുള്ള ആ കിണറ്റിലാണ് ഇയാൾ ചാടിയത്. കിണറ്റിന്റെ പടവുകൾ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഏതായാലും അയാൾ ആ ഒറ്റ കൈ ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തത്. ആ വലിയ കിണറ്റിലേക്ക് എടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവസാന ശ്രമമായിരുന്നു രക്ഷപ്പെടാൻ. എന്തായാലും ദൃക്സാക്ഷിയുടെ മൊഴി അയാളുടെ ഒരു മൊഴി തന്നെയാണ് ഇതിൽ ഇയാളെ വളരെ പെട്ടെന്ന് പിടികൂടാൻ സാധിച്ചത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ്. ഇയാൾ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കൂടുതൽ മറ്റു നടപടികൾ കിടക്കുന്നുണ്ട്. ഇയാളെ ആരൊക്കെ സഹായിച്ചു ആ കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. ഇയാൾ ഒറ്റയ്ക്ക് ഒരിക്കലും ഇയാൾക്ക് ഇത്തരത്തിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. പുറത്തുനിന്നും സഹായം ലഭിച്ചിട്ടില്ല എന്ന് വേണം ഇപ്പോഴുള്ള ഈ സംഭവ വികാസങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ജയിലിനകത്ത് നിന്നാണ് ഇയാൾക്ക് പുറത്തു കടക്കാൻ കൃത്യമായ സഹായം ലഭിച്ചിട്ടുള്ളത്. അതിൽ ജയിലിനുള്ളിൽ സഹായം കിട്ടിയിരിക്കണം. അതുകൊണ്ടാണ് ആക്ഷൻ ബ്ലേഡ് ഉപയോഗിച്ച് ജയിലിന്റെ കമ്പി മുറിക്കുന്നു. അവിടെ നിന്ന് കൂളായിട്ട് തന്നെ മതിൽ ചാടി രക്ഷപ്പെടുന്നു. ഇതൊക്കെ പക്ഷേ വെളിയിൽ സഹായം കിട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അതല്ലെങ്കിൽ വെളിയിൽ നിന്ന് സഹായം ഉണ്ടായിരുന്നുവെങ്കിൽ ഇയാൾക്ക് കണ്ണൂർ കടക്കാൻ സാധിച്ചേനെ. പക്ഷേ കണ്ണൂരിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നു ഗോവിന്ദച്ചാമിക്ക്. പരിചിതമായ പ്രദേശമല്ല കണ്ണൂർ ഗോവിന്ദച്ചാമിക്ക് എന്ന് കരുതണം. അതുകൊണ്ട് പുറമേ നിന്നുള്ള സഹായം കിട്ടുവാനുള്ള സാധ്യത ഇതുകൊണ്ട് കാണുന്നില്ല, അല്ലേ? മനുഷ്യ, ഇതിൽ മറ്റൊരു കാര്യം, ഇയാൾ വസ്ത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജയിൽ വസ്ത്രം ഇല്ലാതെ ഇയാൾ എങ്ങനെ പുറത്തുനിന്ന് ഇയാൾ വസ്ത്രം മാറി? രാവിലെ 9 മണി ആ സമയത്തൊക്കെ ഏതെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് തുറക്കാത്ത ഒരു സമയത്താണ് ഇയാൾ ഇതിൽ കടന്നു പോയിട്ടുണ്ടാവുക. അത് മാത്രമല്ല, ഏതെങ്കിലും കടയിൽ പോയി ഇത്തരത്തിൽ വസ്ത്രങ്ങൾ വാങ്ങാനൊന്നും ഇയാൾ മെനക്കെട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ വസ്ത്രം ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അതേതായാലും ഇനി എളുപ്പമാണ്. പോലീസിന് അത്തരം കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്ത് കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ ജയിലിൽ ഇയാൾ ആസൂത്രണം ചെയ്തത്, ഇത്തരത്തിൽ ഈ ജയിലിൽ ഇയാൾ ഈ പുറത്തു കടക്കാൻ ആസൂത്രണം ചെയ്തതിൽ സഹായിച്ചത് ആര്? അതിൽ ഉദ്യോഗസ്ഥരുണ്ടോ? അതല്ല ജയിലിലെ സഹതടവുകാർ ഇയാളെ സഹായിച്ചിട്ടുണ്ടോ? ഏതായാലും മാസങ്ങൾ നീണ്ട ഒരു ശ്രമത്തിനൊടുവിലാണ് ഇയാൾ ഇത്തരത്തിൽ ഒരു സാഹസത്തിന് മുതിർന്നത്. കാരണം നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഈ D ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷയുള്ള ബ്ലോക്കാണ്. ആ ബ്ലോക്ക് കടന്ന് അതിൻ്റെ മതിൽ കടന്ന് മറ്റൊരു മതിൽ 8 മീറ്ററോളം ഉയരത്തിലുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള ആ മതിൽ ചാടി പുറത്തേക്ക് കടക്കുന്നു. അതുമാത്രമല്ല വൈദ്യുതി, ആ സമയത്ത് വൈദ്യുതി ഇതിൽ ഉണ്ടായിരുന്നില്ല. അത് ഇനി അനുകൂല സാഹചര്യം ഇയാൾക്ക് ആരെങ്കിലും സഹായിച്ചതാണോ, അതല്ല സ്വാഭാവികമായി അങ്ങനെ എന്തെങ്കിലും തകരാറുണ്ടായതാണോ? ഏതായാലും അത്തരം കാര്യങ്ങൾ അറിയേണ്ടത്. ജയിൽ DIG ഇന്ന് ഇവിടെ സ്ഥലത്ത് എത്തുന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഇയാൾ തെരഞ്ഞെടുത്തതും. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഇയാൾ ഈ ജയിൽ ചാട്ടം നടത്തിയതെന്ന് ഉറപ്പാണ്. ഏതായാലും ഇയാൾ ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെ കടന്നു പോകുന്ന ഒരു സമയമാണ് രാവിലെ 9 മണി. ആ സമയത്ത് ഇയാൾ ഇതുവഴി നടന്ന് തളാപ്പ് വഴി ഒരുപാട് ജനത്തിരക്കുള്ള ആ ഭാഗത്തു കൂടി നടന്ന് ഇയാൾ വന്നു എന്നതാണ് അതിൽ ഏറ്റവും ഭയാനകം. എന്തായാലും ഈ ദൃക്സാക്ഷി ഒരുപക്ഷെ കണ്ടില്ലെങ്കിൽ ഇയാൾ ട്രെയിനിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ആക്രമിക്കാൻ സാധ്യതയുണ്ട്, ഏതെങ്കിലും വീട്ടിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല ആശങ്കകൾ ഉണ്ടാകുന്ന വാർത്തകൾ ഒരുപക്ഷെ ലഭിച്ചേനെ. പക്ഷേ അതിലെല്ലാം ആശ്വാസമായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കൊടും കുറ്റവാളിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യം തന്നെ. വലിയ തിരച്ചിലാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ണൂർ കണ്ടത്. കാരണം ഒരു 7 മണിയോടുകൂടി മാത്രമാണ് ഇത് പോലീസിലേക്ക് വിവരം ലഭിക്കുന്നത്. നമ്മൾ കൃത്യമായി അന്വേഷിച്ചത് 7 മണിക്കാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. 7 മണിക്ക് പോലീസിന് 7 മണിക്ക് വിവരം കിട്ടുന്നു. ആദ്യം നമ്മൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തത് 1:15 ജയിൽ ചാട്ടം ഉണ്ടായി എന്നാണ്. പക്ഷേ ഇപ്പോഴും ജയിൽ അധികൃതർ പറയുന്ന 4:15 എന്നാണല്ലോ. അത് കണ്ണുമണിച്ച് വിശ്വസിക്കണോ?
ഇല്ല, അതിലൊരു വ്യക്തത ഇനിയും വരാനുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ അതൊക്കെ കൃത്യത വരും. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 1:15 ഇയാൾ ഡി ബ്ലോക്ക് കടന്ന് പുറത്തേക്ക് കടക്കുന്നു. ഏറ്റവും പുറത്തേക്ക് കടന്ന സമയമായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ ജയിലധികൃതർ വ്യക്തമാക്കുന്ന ആ സമയം. 1:15 ഇയാൾ ഈ ജയിലിൽ നിന്നും, അത് CCTVയിൽ കൃത്യമായി ഉണ്ട്, ഡി ബ്ലോക്കിൽ നിന്നും ഇയാൾ രക്ഷപ്പെടുന്നു. അതിനുശേഷമാണ് വലിയ ആദ്യത്തെ ഡി ബ്ലോക്കിൽ ചുറ്റും ഒരു മതിലുണ്ട്, അത് കടന്ന് പിന്നീട് ഫെൻസിംഗ് ഉള്ള കൂറ്റൻ മതിൽ, സെൻട്രൽ ജയിലിന്റെ പ്രധാന മതിൽ, ആ മതിലും കടന്നാണ് ഇയാൾ പുറത്തേക്ക് വന്നത്. അങ്ങനെയെങ്കിൽ ആ മതിലിൽ നിന്നും അത്ര ഉയരത്തിൽ ചാടുമ്പോൾ ഇയാൾക്ക് പരിക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല. ആരോഗ്യവാനായി തന്നെയാണ് ഇയാൾ ഉണ്ടായിരുന്നത്. പോലീസ്, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, പോലീസ് അവിടെ നിന്നും ഇയാളെ പിടികൂടാനെത്തുമ്പോൾ ഇയാൾ ശബ്ദിച്ച് അവിടെ നിന്ന് പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു പക്ഷേ നമ്മൾ ആ കണ്ട സമയത്ത് ഇയാൾ ഓടി പുറത്തുള്ള കിണറ്റിലേക്ക് അതിന് ചാടി അതിന് പടവുകൾ പിടിച്ച് നിൽക്കുന്ന അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഗോവിന്ദച്ചാമി പിടിയിലായിട്ടുണ്ട്, അത് പോലീസിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം നൽകേണ്ടിയിരിക്കുന്നുവല്ലോ ജയിൽ വകുപ്പും ആഭ്യന്തര വകുപ്പും. ഗോവിന്ദച്ചാമി പിടിയിലായി എന്നുള്ളത് ജനങ്ങൾക്കൊരു ആശ്വാസമാണ്, പോലീസിന് അതിനേക്കാൾ ആശ്വാസം ഉണ്ടാകാം. പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ജയിൽ ചാടാൻ ഇടയായ സാഹചര്യം എന്താണെന്നുള്ളതാണ്. ഇനിയും അതിനകത്ത് കൊടും ക്രിമിനലുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കും ഇതൊരു ആവേശമായി മാറിയാലോ? അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിന്റെ പിഴവുകൾ എന്താണെന്ന് കണ്ടെത്തണം. ആ പിഴവുകൾ നികത്തുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം. നേരത്തെ ജയിൽ DGP കൊടുത്ത റിപ്പോർട്ട് ഈ കണ്ണൂർ ജയിലിനെ കുറിച്ചുണ്ട്. ആ റിപ്പോർട്ട് എന്താണെന്നുള്ളത് ഗവൺമെന്റ് പരിശോധിക്കണം. അവിടെ ഇവർക്ക് ഈ സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് ആരാണ് എന്നുള്ളതും ഈ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ചാടുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പുറത്തു വന്ന വിവരങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അതൊരു സഹായമില്ലാതെ പറ്റുകയില്ല എന്നല്ലേ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താങ്കൾക്ക് മനസ്സിലാക്കുന്നത്? താങ്കൾക്ക് നേരത്തെ ചുമതലയുണ്ടായിരുന്നു. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കാരണം സഹായമില്ലാതെ ഒരു കാരണവശാലും ഒരു കൊടും ക്രിമിനലിന് പുറത്തു വരാൻ പറ്റുകയില്ല. രണ്ട്, ഈ കണ്ണൂർ ജയിലിനെ കുറിച്ച് ചില പരിഷ്കാരങ്ങൾ വേണമെന്ന ജയിൽ DGP കൊടുത്ത റിപ്പോർട്ട് നേരത്തെ തന്നെ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുന്നതിന് സാവകാശം ഉണ്ടായത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം കൂടി നിൽക്കുകയല്ലേ. മാത്രമല്ല, കണ്ണൂർ ജയിലിന്റെ സൈഡിലുള്ള ചുറ്റുമതിലിന്റെ പൊക്കക്കുറവാണ് എന്നും പുറത്തു വയ്ക്കുന്ന ആളുകൾക്ക് അവിടെ അനധികൃതമായി കയറാനുള്ള സൗകര്യം ഉണ്ടാകുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഇവിടെ ജയിൽ ചാടിയ വ്യക്തിയെ പിടികിട്ടി എന്നുള്ളത് താൽക്കാലികമായ ആശ്വാസമാണ്. പക്ഷേ ബാക്കി സ്ഥിരമായി അവിടെ ഉണ്ടാകുന്ന സ്ഥായിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. അതിനുള്ള നടപടി എടുക്കാനില്ലോ. ശരി, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. എന്തായാലും ഇക്കാര്യത്തിൽ ചോദ്യങ്ങൾ ഇനിയും നിലനിൽക്കുകയാണ്. എങ്ങനെ ഗോവിന്ദച്ചാമിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞു? 1:15 തന്നെ ബ്ലോക്കിൽ നിന്ന് പുറത്തു കടക്കാൻ ഗോവിന്ദച്ചാമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 4:15 ജയിൽ ചാടി എന്നാണ് ജയിൽ അധികൃതർ ഇപ്പോൾ പറയുന്നത്. പക്ഷേ 7 മണിക്ക് ശേഷമാണ് ലോക്കൽ പോലീസിനെ വിവരം അറിയിച്ചത്. അതെന്തുകൊണ്ട് അത്രയും വൈകി? എന്തുകൊണ്ട് ഇലക്ട്രിക് ഫെൻസിംഗ് ഓഫായി കിടന്നു? അത് രാത്രി സമയങ്ങളിൽ ഓഫാക്കുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജയിൽ അധികൃതർ